കൊച്ചിയിൽ തലയും പിള്ളേരും ആടാൻ തുടങ്ങിയിട്ട് ഏപ്രിലിലേക്ക് വർഷം തികയുകയാണ്. നോക്കാം വിശദമായി. എവിടെയാണോ നിന്റെയൊക്കെ തല? CI മോഹൻദാസ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ടോമിച്ചൻ പോലീസ് സ്റ്റേഷനിലെ ബോർഡിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടെ നിറഞ്ഞു നിൽക്കുന്നു സാക്ഷാൽ വാസ്കോ. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ കണ്ടത് ഒരു സംഘം നടീനടന്മാർക്കിടയിൽ അവരുടെ തലയായുള്ള മോഹൻലാലിന്റെ ആറാട്ടാണ്. കോമഡിയും ആക്ഷനും പാട്ടും ഡാൻസും ഒക്കെയായി ഒരു പക്കാ മോഹൻലാൽ ഷോ. തലയും ഗ്യാങ്ങും കൂടി കൊച്ചിയെ ഒരു കൊച്ചു മുൻപേ ആക്കിയിട്ട് ഏപ്രിൽ 17 വർഷം തികയുകയാണ്. 2007 ഒരു വിഷുക്കാലത്താണ് അൻവർ റഷീദിന്റെ രണ്ടാമത്തെ ചിത്രമായ ചോട്ടാ മുംബൈ റിലീസ് ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് സിനിമകളിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ വിളിക്കാം ചോട്ടാ മുംബൈയെ. നായകനും നായികയും മുതൽ 1-2 രംഗങ്ങളിൽ മാത്രം വന്നവർ പോലും തകർത്താടിയ കംപ്ലീറ്റ് എന്റർടൈനർ. ഏറെ പുതുമകളുമായാണ് ചോട്ടാ മുംബൈ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. കഥാപശ്ചാത്തലം മുതൽ പടക്കം ബഷീർ, മുള്ളൻ ചന്ദ്രപ്പൻ, പാമ്പ് ചാക്കോച്ചൻ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ പേരുകളിൽ വരെ ആ പുതുമ കാണാൻ കഴിയും. ബെന്നി പി നയരമ്പലമായിരുന്നു സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. അതീവ ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് സിനിമ പോകുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത വിധം ഒരു കോമഡി അതിലേക്ക് മനോഹരമായി ചേർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് തിരക്കഥയുടെ പ്ലസ് പോയിന്റ്. ഉദാഹരണത്തിന് പിറന്നാൾ ദിനമായിട്ട് സ്വന്തം മകൻ തന്നെ ലോക്കപ്പിൽ കയറ്റി എന്ന് ആശാൻ വിഷമത്തോടെ പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ ബിജുക്കുട്ടൻ ഹാപ്പി ബർത്ത്ഡേ ആശാനെ എന്ന് പറയുന്ന ആരും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അത് തന്നെയാണ് സിനിമയെ ഇന്നും മലയാളികൾക്കിടയിൽ പ്രിയപ്പെട്ടതാക്കുന്നത്. സമീപകാലത്ത് മോഹൻലാലിന്റെ ചില സിനിമകൾക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ പലരും പറയാറുണ്ട് ഹലോയോ ചോട്ടാ മുംബൈയോ ഇപ്പോൾ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന്. അങ്ങനെ പറയുന്നതിന് കാരണം മോഹൻലാലിന്റെ തല പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഓളം അത്രത്തോളം ആയതുകൊണ്ട് തന്നെയാണ്. അടിക്ക് അടി, ഡാൻസിന് ഡാൻസ്, കോമഡിക്ക് കോമഡി, മാസ് എല്ലാം ചേർത്ത് മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന പാക്കേജ് തന്നെയായിരുന്നു വാസ്കോ. ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ഷോ എന്ന് പറഞ്ഞെങ്കിലും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ചോട്ടാ മുംബൈ. സിദ്ദിഖിന്റെ മുള്ളൻ ചന്ദ്രപ്പനും, ജഗതി ശ്രീകുമാറിന്റെ പടക്കം ബഷീറും, സായ് കുമാറിന്റെ മൈക്കിൾ ആശാനും, രാജൻ പി ദേവിന്റെ പാമ്പ് ചാക്കോച്ചനുമെല്ലാം വ്യക്തമായ ക്യാരക്ടർ സ്കെച്ചും സ്പേസുമുണ്ട്. അതിനാൽ തന്നെയാണ് ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഫാൻസ് ബേസ് ഉള്ളത്. കലാപൻ മണി അവതരിപ്പിച്ച നടേശൻ എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഇത് 2 കുപ്പിക്കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന പോലെയല്ല. കൊല്ലുന്ന പറഞ്ഞ നടേശൻ കൊന്നിരിക്കും എന്ന ഡയലോഗ് മാത്രം മതി നടേശൻ എത്രത്തോളം ടെററാണെന്ന് മനസ്സിലാക്കാൻ. വൻ താരനിര അണിനിരന്ന ചിത്രം നിർമ്മിച്ചത് മണിയൻ പിള്ള രാജുവാണ്. 5 കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമ അക്കാലത്ത് 101 ദിവസത്തിലധികമാണ് തിയേറ്ററുകളിൽ ഓടിയത്. ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടാക്കണമെന്ന് പല ആരാധകരും ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ചോട്ടാ മുംബൈക്ക് 2ാം ഭാഗത്തിന്റെ ആവശ്യമില്ല എന്നാണ് മണിയൻ പിള്ള രാജു ഒരിക്കൽ പറഞ്ഞത്. എന്നിരുന്നാലും തലയും ഗ്യാങ്ങും ഇനി ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയാൽ അത് മലയാള സിനിമാ ചരിത്രത്തിലെ ഒന്നൊന്നര വരവായിരിക്കുമെന്ന് ഉറപ്പാണ്.